ഉണ്ടായിരുന്ന 12 പേരും ശ്രദ്ധിക്കാതെ പോയ ചില വാക്കുകള് പത്രോസിന്റെ മനസ്സിൽ ഒരു കട്ടകാര മുള്ളുപോലെ കിടന്നത്, അവൻ മരിക്കുന്നത് വരെ മറക്കാതെ പോയ വാക്കുകൾ. അവൻ തന്റെ ശിഷ്യൻ സുവിശേഷം എഴുതിയ സമയത്ത് ഒരു കാരണവശാലും മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്, അത് 2 പ്രാവശ്യം കോഴി കൂകുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയുന്നു. അതുകൊണ്ടാണ് മറ്റു സുവിശേഷങ്ങളിൽ നമ്മൾ കാണാം. ബന്ധിതനായ കർത്താവ് ഒരു ദിശാസന്ധിയാണ് കേട്ടോ. ബന്ധിതനായ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പല്ല, ഇന്നും ഒരു വലിയ പ്രശ്നമാണ്. ബന്ധിതനും നിശബ്ദനുമായ കർത്താവ് നമുക്കും പ്രശ്നമാണ്. ചോദിക്കുമ്പം വിളി കേൾക്കുകയും അത്ഭുതങ്ങൾ ആവശ്യമുള്ളപ്പോൾ അത്ഭുതങ്ങൾ വാരിക്കോരി തരികയും ചെയ്യുന്ന കർത്താവിനെ സ്വീകരിക്കാൻ വളരെ എളുപ്പമാണ്. എത്ര വിളിച്ചിട്ടും മറുപടി തരാത്ത, അത്ഭുതങ്ങളുടെ അത്യാവശ്യമുണ്ടായിട്ടും അത്ഭുതങ്ങൾ ചെയ്യാത്ത കർത്താവിനെ അത്ര എളുപ്പമല്ല കർത്താവിനോട് നിൽക്കാൻ. ഈശോയുടെ ഹൃദയമിടിപ്പ് സ്വന്തമാക്കിയിരുന്ന യോഹന്നാൻ ശ്ലീഹായുടെ പേര് പറയുന്നതിനേക്കാൾ കൂടുതൽ വിശുദ്ധ ഗ്രന്ഥം പേർത്തും പറഞ്ഞിരിക്കുന്ന പേരാണ് യൂദാസ്. ഞാനൊരു ക്വിസ് ചോദിക്കും. ബൈബിളില് എത്ര പ്രാവശ്യം യോഹന്നാൻ ശ്ലീഹായുടെ പേര് പറയുന്നുണ്ട് എന്നറിയാമോ? ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്ലീഹയാണല്ലോ യോഹന്നാൻ ശ്ലീഹ. ഈശോ എവിടെയുണ്ടോ അവിടെയൊക്കെ യോഹന്നാൻ ശ്ലീഹയുണ്ട്. എത്ര പ്രാവശ്യം ഉണ്ടെന്നറിയാമോ? എനിക്കും അറിയത്തില്ലായിരുന്നു. 20 പ്രാവശ്യം. ഏറ്റവും അധികം തവണ പറയുന്ന ശ്ലീഹയുടെ പേരെന്തായാലും നിങ്ങൾക്കറിയാം. ആരാത്? പത്രോസാണ്. യോഹന്നാൻ ശ്ലീഹയുടെ പേര് 20 പ്രാവശ്യം എന്ന് പറഞ്ഞല്ലോ. പത്രോസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഈശോയുടെ ശിഷ്യൻ യൂദാസ് കറിയോത്തയാണ്. ഒരുപക്ഷെ അതൊരു പുതിയ വാർത്തയായി. പത്രോസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഈശോയുടെ ശിഷ്യൻ യൂദാസ് കറിയോത്തയാണ്. വില്യം ക്ലാസൻ എന്ന് പറയുന്ന ഒരു എക്സീജസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വാചകം, "Only Peter gets more lines of coverage from the gospel writers than does Judas." പത്രോസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സുവിശേഷകന്മാര് റെഫർ ചെയ്യുന്ന ശിഷ്യൻ യൂദാസാണ്. ഈശോയുടെ ഹൃദയമിടിപ്പ് സ്വന്തമാക്കിയിരുന്ന യോഹന്നാൻ ശ്ലീഹായുടെ പേര് പറയുന്നതിനേക്കാൾ കൂടുതൽ വിശുദ്ധ ഗ്രന്ഥം പേർത്തും പറഞ്ഞിരിക്കുന്ന പേരാണ് യൂദാസ് കറിയോത്തയുടെ. ശ്ലീഹന്മാരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന പത്രോസ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന പേരാണ് യൂദാസിൻ്റെത്. പ്രാമുഖ്യത്തിനൊരു കുറവുമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. ശരിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ 2 കഥാപാത്രങ്ങളെ ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് പഠിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, പത്രോസിനെയും യൂദാസിനെയും. പത്രോസിന് യാതൊരു ആമുഖത്തിന്റെയും ആവശ്യമില്ല. കർത്താവ് അവൻ അറിഞ്ഞു കൊടുത്തതിനേക്കാൾ കൂടുതൽ പത്രോസ് സ്വീകരിച്ചു. പത്രോസ് സദാസമയം ഈശോയോട് ഒട്ടി നടന്നു. ചില സമയത്തൊക്കെ ഈശോയ്ക്ക് ബുദ്ധി കുറവാണെന്ന് പത്രോസിന് തോന്നിയ സമയത്ത് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. ആരും ഒരു കാരണവശാലും മാറ്റി നിർത്താത്ത പത്രോസിന് നമ്മൾ പ്രത്യേകിച്ച് ആമുഖമൊന്നും നൽകേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന സമയം ഈശോയുടെ ജീവിതത്തിന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാന കാലഘട്ടമാണ്. നമ്മൾ വിശുദ്ധ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇപ്പൊ ലൂക്കായുടെ സുവിശേഷം 22:32 വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ അന്ത്യ ഉപദേശങ്ങള് ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സമയമാണ്. നമുക്കറിയാം, നിങ്ങളുടെയൊക്കെ വീട്ടില് ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ അവര് മരണത്തോടടുക്കുമ്പോൾ മക്കളുടെ മക്കളെല്ലാവരും വളരെ അടുത്തിരിക്കും അവരോട്. അന്ത്യമായിട്ട് ചില ഉപദേശങ്ങൾ അവർ തരുന്നുണ്ടെങ്കിൽ അത് ചെവി കൂർപ്പിച്ച് കേൾക്കും. കാരണം അന്ത്യോപദേശങ്ങൾ വളരെ അർത്ഥപൂർണമാണ്. ജീവിതത്തിൽ അവർ നേടിയെടുത്ത വിജ്ഞാനത്തിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇനി കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ സാധ്യതയില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവും കൂടെ ആകുമ്പോൾ ഈടുറ്റ ഉപദേശങ്ങൾ അവർ നൽകും. ഇതുപോലെ തന്നെയാണ് യേശു ക്രിസ്തു അവന്റെ പരസ്യ ജീവിതം അവസാനിക്കാൻ പോകുന്നു. ഇനി ശാരീരികമായിട്ട് സ്ലീഹന്മാരോടൊപ്പം അവൻ ഉണ്ടാകുകയില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് സ്ലീഹന്മാർക്ക് അന്ത്യ ഉപദേശങ്ങൾ നൽകുകയാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇതിന് കൗണ്ടർ പാർട്ടായിട്ടുള്ള മത്തായിയുടെ സുവിശേഷത്തിലാകട്ടെ യേശു ക്രിസ്തു ഇമ്മീഡിയറ്റ് ആയിട്ട് സ്ലീഹന്മാർക്ക് വരാൻ പോകുന്ന ദുരിതങ്ങളെ കുറിച്ച്, തൊട്ടടുത്ത ഹിസ്റ്ററിയിൽ ഇസ്രയേലിന് സംഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളെ കുറിച്ച്, യുഗാന്ത്യത്തിൽ ലോകത്തിന് മുഴുവൻ സംഭവിക്കാൻ പോകുന്ന പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു.
ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ ഈ സമയം നിശബ്ദമായി നിന്നിട്ട് ഗുരുവിന്റെ വായിൽ നിന്ന് വീഴുന്ന അവസാനത്തെ വാക്കുകൾ ഒപ്പിയെടുക്കാനായിട്ട് കാത്തിരിക്കും. അങ്ങനെ ഒരു ഉപദേശം നൽകുന്നതിനിടയിൽ പത്രോസ് തൊട്ടടുത്ത് നിൽക്കുന്നത് കണ്ട് ഈശോ അങ്ങോട്ട് തിരിഞ്ഞ് പറഞ്ഞ വാചകം ഇതാണ്: ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഇന്ന് ദിവ്യകുർബാനയ്ക്ക് നമ്മൾ കേട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഈ വാക്യം. ഇതിനകത്ത് രണ്ട് ഭാഗങ്ങളാണ് കീ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഒന്ന്, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ മാറ്റാൻ ഉദ്യമിച്ചു. ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. അത് ആ ബാക്ക്ഗ്രൗണ്ടിലെ കോണ്ടെക്സ്റ്റിൽ അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു ഉപമയാണ്. ഇന്ന് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതാണ് ഇതിന്റെ ഒന്നാമത്തെ കീ ഫ്രേസ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് അവസാനമായിട്ട് ഈശോ പറഞ്ഞതാണ്: നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. എന്താ അതിന്റെ അർത്ഥം? തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം വീഴണം. നീ വീഴും. അത് തന്നെയാണ് ഈശോ പറഞ്ഞത്. നീ വീഴും. പക്ഷെ പേടിക്കണ്ട. വീണ് കഴിയുമ്പോൾ നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. വീഴാത്തവരിവിടെ ഉണ്ടല്ലോ, അവരെ നീ ശക്തിപ്പെടുത്തണം. സത്യത്തിൽ ഒരു ചാട്ടവാറടി കൊണ്ടതുപോലെ പത്രോസ് ഞെട്ടേണ്ടതായിരുന്നു ഈ വാചകം കേട്ടപ്പോൾ. പക്ഷെ പത്രോസ് ഞെട്ടിയില്ലെന്ന് മാത്രമല്ല, ഈശോയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയ ചുരുക്കം വാചകങ്ങളെ ബൈബിളിലുള്ളൂ. അതേപോലെ തന്നെ രേഖപ്പെടുത്തിയത്. അതിലൊന്നിതാണ്: കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാനും ഞാൻ സന്നദ്ധനാണ് നിനക്ക് വേണ്ടി. കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാനും സന്നദ്ധനാണ് നിനക്ക് വേണ്ടി. അതായത് പത്രോസിന് ഒരു സൂചനയും കിട്ടിയില്ല. കർത്താവിനെ ഉദ്ദേശിക്കുന്നത് പോലും മനസ്സിലായില്ല. എന്തുകൊണ്ടായിരിക്കും പത്രോസിനെ മനസ്സിലാകാതിരുന്നത്? കാരണം പത്രോസ് ഒരു പുരുഷനായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ആണുങ്ങൾക്ക് സ്വതവേ ബുദ്ധിയില്ല, പറഞ്ഞു കൊടുത്താലും മനസ്സിലാകില്ല. സ്ത്രീകൾക്ക് മനസ്സിലായിട്ടില്ലേ അത്? നിങ്ങളൊക്കെ ഈ പ്രായം കുറഞ്ഞ കുടുംബങ്ങളായതിട്ട് ഞാൻ പറയുക, പെണ്ണുങ്ങളോടാണ് പറയുന്നത്. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഈ പോത്തുകളോട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരു 10 പ്രാവശ്യം പറയണം. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ 10ാമത്തെ പ്രാവശ്യം മനസ്സിലാവും. ദൈവാനുഗ്രഹം എങ്കിലും ഉണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് പത്രോസിന് ഇത് മനസ്സിലാകാത്തതെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ: ഹി വാസ് ജസ്റ്റ് എ മാൻ, നോട്ട് എ വുമൻ. പത്രോസ് മറിയം മഗ്ദലേനെ അല്ലാത്തത് കൊണ്ട് ഈശോ തുറന്നു പറഞ്ഞു. മർക്കോസ് 14:30, ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി 2 പ്രാവശ്യം കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം നിഷേധിച്ചു പറയും. ഇത് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ, കോഴി 2 പ്രാവശ്യം പോകുന്നതിന് മുമ്പ് എന്ന്. ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? സത്യത്തിൽ മർക്കോസിന്റെ സുവിശേഷം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ബൈബിൾ ശാസ്ത്രജ്ഞന്മാരെ, എക്സീജിസുകളെ സംബന്ധിച്ചിടത്തോളം അവര് പലപ്പോഴും അതിനെ മർക്കോസിന്റെ സുവിശേഷം എന്നല്ല വിളിക്കുന്നത്, പത്രോസിന്റെ സുവിശേഷം എന്നാണ് വിളിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷത്തെ അവർ ലൂക്കായുടെ സുവിശേഷം എന്നല്ല വിളിക്കുന്നത്, പൗലോസിന്റെ സുവിശേഷം എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ മർക്കോസും ലൂക്കായും അവരുടെ ഗുരുക്കളിൽ നിന്ന് ഈശോയെ കുറിച്ച് കേട്ട കാര്യങ്ങൾ ആ ദൈവശാസ്ത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയ സുവിശേഷമാണ്. അവിടെ ഉണ്ടായിരുന്ന 12 പേരും ശ്രദ്ധിക്കാതെ പോയ ചില വാക്കുകള് പത്രോസിന്റെ മനസ്സിൽ ഒരു കട്ടകാരം ഉള്ളുപോലെ കിടന്നത്, അവൻ മരിക്കുന്നത് വരെ മറക്കാതെ പോയ വാക്കുകൾ, അവൻ തന്റെ ശിഷ്യൻ സുവിശേഷം എഴുതിയ സമയത്ത് ഒരു കാരണവശാലും മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്, അത് 2 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയുന്നു. അതുകൊണ്ടാണ് മറ്റു സുവിശേഷങ്ങളിൽ നമ്മളത് കാണാത്തത്. ഈ കോഴി കൂവുന്നതിനെ കുറിച്ചൊക്കെ ചില ഡിസ്കഷൻസ് ഒക്കെ ഉണ്ട്. ചിലർ പറയുന്നത് ശരിയായ കോഴി കൂവലാണെന്ന് പറയുന്നു. ചില ആൾക്കാർ പറയുന്നു ഓരോ 3 മണിക്കൂർ കഴിയുമ്പം റോമൻ പട്ടാളക്കാർ അവരുടെ ഗാർഡ് മാറുന്നതനുസരിച്ച് അവര് ഒരു കാഹളം മുഴക്കും. അതില് ഈ അവസാനത്തതിന് തൊട്ടു മുമ്പത്തുള്ള 3ാമത്തെ കാഹളത്തിന്റെ പേര് ഗലീസീനിയം എന്നാണ്. ഗലീസീനിയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്രോ, കോഴി കൂവൽ എന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വലിയ ഒരു ശതമാനം ദൈവശാസ്ത്രജ്ഞന്മാരും കരുതുന്നത് ഇത് യഥാർത്ഥത്തിൽ കോഴി കൂവിയത് തന്നെയാണ്. കോഴി രാത്രിയിൽ ആദ്യം എത്ര മണിക്കൂറിലാണ് കൂവുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ പറയാം, 1 മണിക്കും 3 മണിക്കുമാണ്.
ഇന്ന് 2 പ്രാവശ്യം കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം തള്ളിപ്പറയും എന്ന് പറഞ്ഞപ്പോ പത്രോസ് പറയുന്നുണ്ട്, ഞാൻ വീണ്ടും നിഷേധിക്കുക, ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല, മറ്റാര് തള്ളിപ്പറഞ്ഞാലും. ആ ഒരു ആത്മവിശ്വാസമാണ് കേട്ടോ ഭയങ്കരം. ഇവരെല്ലാം തള്ളിപ്പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തള്ളിപ്പറയും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പറഞ്ഞു, ഇവരെല്ലാവരും നിന്നിലിടറിയാലും ഞാൻ നിന്നിലിടറുകയില്ല. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ പത്രോസിനെ ഒന്ന് നോക്കണം. ആരായി പത്രോസ് എന്ന് പറയുന്നത്? മറ്റ് സ്ലീഹന്മാരെ പോലെയൊന്നുമല്ല. മഹാത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവനാണ് പത്രോസ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, പണ്ട് ടാക്സ് കൊടുക്കേണ്ട സമയം വന്നപ്പോൾ ഈശോ പത്രോസിനോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 17:24, നീ ഗലീലി തടാകത്തിൽ പോയിട്ട് ചൂണ്ടയിടുമ്പോ കൊത്തുന്ന മീൻ ഏതുമാകട്ടെ ആ മീന്റെ വായിൽ കൈയിട്ട് അതിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോയിട്ട് ടാക്സ് അടയ്ക്ക്. ഇത് 27-ാം വാക്യമാണ്. അതിന്റെ തൊട്ടടുത്ത വാക്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തൊട്ടടുത്തൊരു വാക്യമില്ല, 27 വാക്യമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പൈസ കിട്ടിയോ? പൈസ കിട്ടിയോ ഇല്ലയോ എന്ന് വിശ്രദ്ധം പറയുന്നുണ്ടോ? പൈസ കിട്ടിയോ ഇല്ലയോ എന്ന് പറയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? പത്രോസിന് സംശയമില്ലായിരുന്നു. അതുകൊണ്ട് അല്ലായിരുന്നെങ്കിൽ പത്രോസ് മീനെ പിടിച്ചു, അതിന്റെ വായിൽ നിന്ന് പൈസ എടുത്തിട്ട് ആ പൈസയായിട്ട് ഓടി വന്നേ, കർത്താവേ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നേനെ. ഒരത്ഭുതത്തിനും അവകാശമില്ല എന്ന് പത്രോസ് അറിയാമായിരുന്നു. അവൻ കണ്ടതല്ലേ, വെള്ളത്തിന്റെ അടുത്ത് പോയി അവൻ നിന്നപ്പം വെള്ളം വീഞ്ഞായത്. എത്രയോ അത്ഭുതങ്ങൾ അവന്റെ വിരൽത്തുമ്പിൽ പൂവിരിഞ്ഞു വരുന്നത് അവൻ കണ്ടതാണ്. അതുകൊണ്ട് മീന്റെ വായിൽ പൈസ ഉണ്ടോ എന്ന് അവനൊരു സംശയമേ ഉണ്ടായിരുന്നില്ല. മുക്കുവന ഉണ്ടായ കാലം മുതൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മീനെ പിടിച്ചിട്ട് അതിന്റെ വായിൽ നിന്ന് നയാ പൈസ കിട്ടാത്ത പത്രോസിന് പക്ഷേ ഇന്ന് നീ ചൂണ്ടയിടുമ്പോ കിട്ടുന്ന മീന്റെ വായിൽ നാണയം ഉണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. കർത്താവിന് അത്ര വിശ്വാസമൊക്കെ ആയിരുന്നു അവന്. മത്തായിയുടെ സുവിശേഷം 16:7, മാംസരക്തങ്ങൾക്ക് വെളിപ്പെടാത്ത ദൈവിക രഹസ്യം പത്രോസിന് നൽകി എന്ന് കർത്താവ് സർട്ടിഫിക്കറ്റ് ചെയ്ത വേറെ ആരെയും അങ്ങനെ ഈശോ സർട്ടിഫൈ ചെയ്തിട്ടില്ല. സ്വർഗത്തിന്റെ മുന്നനുഭവം അത് അതിലും ഭയങ്കരം. മത്തായിയുടെ സുവിശേഷം 17:1-8, ദൈവത്തിന്റെ തിരുമുഖം ദർശിച്ചിട്ടും മരിക്കാത്ത മോശയും പ്രവാചകന്മാരുടെ പ്രവാചകനായ ഏലിയായും മലമുകളില് അവന്റെ ദൈവിക ശോഭ കണ്ടു മുട്ടുകുത്തി അവനെ വണങ്ങുന്നത് കണ്ടതാണ് പത്രോസ്. യൂദാസ് ഇത് കണ്ടില്ല. നമ്മൾ ഈ പറഞ്ഞ അത്ഭുതങ്ങൾക്കൊന്നും യൂദാസ് സാക്ഷിയല്ല. പിന്നെ മരിച്ചു കിടന്ന കുഞ്ഞിന്റെ അടുത്ത് ചെന്നിട്ട് തലീതാക്കും എന്ന് പറഞ്ഞ് കയ്യിൽ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പം അതിനും യൂദാസ് സാക്ഷിയായിരുന്നില്ല. മഹാത്ഭുതങ്ങൾക്ക് എന്നും സാക്ഷിയായിരുന്നു പത്രോസ്. ഞാൻ പറയുന്നത്, കൂടുതൽ കിട്ടിയത് കൊണ്ട് അവന് ബാധ്യതയുണ്ടായിരുന്നു കൂടുതൽ വിശ്വസിക്കാൻ. പക്ഷെ ഇപ്പോഴ് അവൻ തിരിച്ചറിയുകയാണ്, കർത്താവിന്റെ അത്ഭുതങ്ങളുടെ ഉറവ പറ്റി എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ ഇനി നസറായന്റെ വിരൽത്തുമ്പിൽ ഒരു അത്ഭുതമില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ അവൻ കർത്താവിനെ ഉപേക്ഷിച്ചു. ബന്ധിതനായ കർത്താവ് ഒരു ദിശാസന്ധിയാണ് കേട്ടോ. ബന്ധിതനായ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പല്ല ഇന്നും ഒരു വലിയ പ്രശ്നമാണ്. ബന്ധിതനും നിശബ്ദനുമായ കർത്താവ് നമുക്കും പ്രശ്നമാണ്. ചോദിക്കുമ്പം വിളി കേൾക്കുകയും അത്ഭുതങ്ങൾ ആവശ്യമുള്ളപ്പോൾ അത്ഭുതങ്ങൾ വാരിക്കോരി തരികയും ചെയ്യുന്ന കർത്താവിനെ സ്വീകരിക്കാൻ വളരെ എളുപ്പമാണ്. എത്ര വിളിച്ചിട്ടും മറുപടി തരാത്ത, അത്ഭുതങ്ങളുടെ അത്യാവശ്യമുണ്ടായിട്ടും അത്ഭുതങ്ങൾ ചെയ്യാത്ത കർത്താവിനെ അത്ര എളുപ്പമല്ല കർത്താവിനോട് നിൽക്കാൻ. നമുക്ക് വളരെ ഈസിയാണ്. ആദം പാപം ചെയ്തപ്പോൾ ആദത്തിനെ കുറ്റം പറയാനും, പത്രോസ് വീണുപോയപ്പോൾ പത്രോസിനെ കുറ്റം പറയാനും ഒക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ബന്ധിതനും നിശബ്ദനുമായ കർത്താവ് കൂടെ കൊണ്ടുപോകാൻ അത്ര എളുപ്പമല്ല. ഇടർച്ചയ്ക്ക് കാരണവും കൂടിയാണ് കേട്ടോ. അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വളരെ എളുപ്പമാണ്. ദുരിതങ്ങൾക്ക് മുതുകു വളച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര തീവ്രമായ ദൈവാനുഭവം ഉണ്ടെങ്കിലും അത്ര എളുപ്പമല്ല. ദുരിതങ്ങൾ എന്നും ദുരിതങ്ങൾ തന്നെ, വേദനകൾ എന്നും വേദന തന്നെ, ഇല്ലായ്മ എന്നും ഇല്ലായ്മ തന്നെ. ആ സമയത്ത് കർത്താവ് സംസാരിക്കുന്നു കൂടിയില്ല എന്നായാലോ, ആ സമയത്ത് കർത്താവ് ഒരു ബലഹീനനാണ് എന്ന് നമുക്ക് പോലും തോന്നിപ്പോയാലോ, കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. നമ്മളൊക്കെ കർത്താവിനെ കണ്ടറിഞ്ഞ് വിശ്വസിച്ചതുപോലെ അല്ല പത്രോസ് കർത്താവിനെ കണ്ടറിഞ്ഞ് വിശ്വസിച്ചു. നമ്മളിപ്പോൾ ഇത്ര ഉദാഹരണങ്ങൾ കേട്ടല്ലോ, നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് അധികം പോകുന്നില്ല. ഏതായാലും ഇനി കർത്താവിന് രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ പത്രോസ് കർത്താവിനെ വിട്ടു. മത്തായിയുടെ സുവിശേഷം 26:69 മുതൽ 75 വരെയുള്ള വാക്യങ്ങൾ
വെറും 7 വാചകങ്ങൾ. പക്ഷേ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ തള്ളിപ്പറയലിൻ്റെ കഥയാണ് ആ 7 വാചകങ്ങൾ. കരിങ്കല്ല് പോലും കരഞ്ഞു പോകുന്ന ചതിയുടെയും വഞ്ചനയുടെയും വാക്യങ്ങളാണ്. ഇതുപോലെ ഒരു വഞ്ചനയ്ക്ക് ലോകം സാക്ഷ്യം വഹിച്ചിട്ടില്ല. യൂദാസിന്റെ ഒറ്റുകൊടുക്കലും വഞ്ചനയും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയും, പത്രോസിന്റെ കർത്താവിനെ നിഷേധിക്കുന്ന ഈ 7 വാക്യങ്ങളുടെ വിവരണമുണ്ടല്ലോ, അതുപോലെ ഒരു വഞ്ചന ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഈശോ ഇപ്പോൾ അന്നാസിന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഗെത്സമേനിലെ ആ കൊടിയ വേദനയൊക്കെ അവൻ കർത്താവ് അനുഭവിക്കുന്നത് പത്രോസിന്റെ അടുത്തു നിന്ന് കണ്ടതാണ്. അവനെ പിടിക്കാൻ വന്ന സമയത്ത് വാളെടുത്ത് വീശുകയും വെട്ടുകയൊക്കെ ചെയ്തെങ്കിലും വാള് വെട്ടുന്നതിനേക്കാളും വേഗത്തിൽ അവിടുന്ന് സ്ഥലം കാലിയാക്കിയതാണ് പത്രോസ്. പിന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പത്രോസിന്റെ അനുയായിയാണല്ലോ മർക്കോസ്. അങ്ങനെ മർക്കോസ് മാത്രം ഈശോയെ അവർ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കൂടെയല്ല പുറകെ. അപ്പോൾ പട്ടാളക്കാർ ചില വെളിച്ചമുള്ള സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ഇവനെ കണ്ടു. ഇവനെ കയറി പിടിച്ചപ്പോൾ അവൻ ഉടുത്തിരുന്ന ഒരു പുതപ്പ് മാത്രമേ ഉള്ളായിരുന്നു. കടക്കപ്പായെന്ന് എഴുന്നേറ്റ് വന്നത് അവൻ്റെ അമ്മ വീടിൽ നിന്ന് തൊട്ടടുത്ത മർക്കോസിന്റെ അമ്മയുടെ വക ഒലിവ് തോട്ടത്തിലാണ് ഈശോ പീഡ അനുഭവിച്ചതും ഈശോയെ പിടിച്ചതും. അപ്പോൾ അവിടുന്ന് ഒച്ചയമ്പകളുണ്ടായപ്പോൾ അവൻ ഉറങ്ങിയതുനിന്ന് എഴുന്നേറ്റ് വന്നതാണ് പുതപ്പൊക്കെ പൊതിച്ച്. പക്ഷെ നല്ല അഭ്യാസിയായിരുന്നത് കൊണ്ട് ആ പുതപ്പ് അവരുടെ കയ്യിലിരുന്നു. അവൻ രക്ഷപ്പെട്ടു. അവനാണ് പത്രോസിന്റെ ശിഷ്യൻ. അതിന്റെ എത്ര മുന്നിലായിരിക്കും പത്രോസ് ഓടിയെന്ന് ആലോചിക്കുക. അതാ ഞാനീ പറഞ്ഞു വന്നു. അപ്പൊ ഇപ്പൊ ഈശോ നിൽക്കുന്ന ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ചെറിയ വാചകങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകും. അങ്ങനെയുള്ളൊരു വാചകമുണ്ട്. നമുക്ക് ഈശോയെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സ്റ്റീരിയോ ടൈപ്പ് ചിത്രം ചാട്ടവാറടി ഏൽക്കുന്നതാണ്. ചാട്ടവാറടിയുടെ ദുരിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാണുകയും ചിന്തിക്കുകയൊക്കെ ചെയ്താൽ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാളും ഈശോയെ അപമാനിച്ച, അതിനേക്കാളും ഈശോയെ മാനസികമായി ഒരുപക്ഷെ വിഷമിപ്പിച്ചത് അവനെ കൈകൊണ്ട് മുഖത്ത് അടിക്കുന്നതാണ്. പല മിസ്റ്റേക്കുകൾക്കും ഈശോ അനുഭവിച്ച വേദനയുടെ സമയത്ത് അവൻ ഏറ്റവും അധികം അപമാനിതനായതായിട്ട് തോന്നിയത് ഈ അന്നാസിന്റെ മുന്നിൽ അവൻ അനുഭവിച്ച പീഡനത്തിലാണ്. ചാട്ടവാർ അടിക്കുന്നതിന് ഒരു ഇംപേഴ്സണലൈസേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു വ്യക്തി ഇൻവോൾവ് ആകുന്നില്ല. ഒരു ചാട്ടവാർ വന്ന് മേത്ത് വീഴുന്നതാണ്. അതിന്റെ വേദനയും ദുരിതവും ഒക്കെ അവിടെ ഇരിക്കുക തന്നെ. പക്ഷേ അപമാനം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കൈകൊണ്ട് മുഖത്തടിക്കുന്ന. ഈശോയെ അങ്ങനെയാണ്. ഈശോയുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അടിക്കുന്നതാണ് കണ്ടത് ദർശനങ്ങൾ. ഇങ്ങനെ അടിച്ച് കണ്ണിലൊക്കെ അടിച്ച് ഈശോയുടെ കണ്ണൊക്കെ നീര് വന്നിങ്ങനെ നിൽക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26:67. അനന്തരം അവർ അവന്റെ മുഖത്ത് തുപ്പുകയും അവനെ അടിക്കുകയും ചെയ്തു. പലപ്പോഴും ഈ വാചകം നമ്മൾ വായിച്ചു പോയിട്ടുണ്ടെങ്കിലും ആ സംഭവത്തിന്റെ ഇന്റൻസിറ്റി നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ധ്യാനാത്മകമായിട്ട് ഇവയെ അപ്രോച്ച് ചെയ്ത മിസ്റ്റേക്കുകൾക്ക് ഏറ്റവും അസഹ്യമായ രംഗം ഇതായിരുന്നു. ഗെത്സമേനിലെ കൊടിയ പീഡനം കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം നൈറ്റ് വിജിലിന് പറഞ്ഞു, ഹീമാറ്റിഡ്രോസ എന്ന് പറയുന്ന ശാരീരികമായിട്ട് ശരീരത്തിൽ രക്തം ഒഴുകുന്ന അവസ്ഥയിലാണ് ഈശോ നിൽക്കുന്നത്. അതുകൂടാതെ ഇപ്പൊ അന്നാസിന്റെ കിങ്കരന്മാരെ അവിടുത്തെ ശാരീരികമായിട്ട് അടിക്കുന്നു. മുഖത്തെല്ലാം അടിച്ച് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് നീര് വന്നു. അടിച്ച സമയത്ത് ചൊടി പൊട്ടിയിട്ട് ചോര ഒഴുകുന്നുണ്ട്. 26:58 ആരുടെയും കണ്ണിൽപ്പെടാതെ അല്പം ദൂരെയായി പത്രോസ് അനുഗമിച്ചു. അല്പം ദൂരെയായിട്ട്. എന്താ ഈ അല്പം ദൂരത്തിന്റെ പ്രത്യേകത? ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ്. അല്പം ദൂരെയാണെങ്കിൽ ഇരുട്ടിന്റെ മറപറ്റി നിൽക്കാം, കണ്ണിപ്പെടുകയില്ല. അതുകൊണ്ട് അകത്ത് കടന്ന്, ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അകത്ത് കടന്ന് അവസാനം കാണാൻ അവൻ കാത്തിരുന്നു. എന്തവസാനം? കഥയുടെ അവസാനമല്ല, കഥാനായകന്റെ അവസാനം കാണാൻ കാത്തിരുന്നു അവൻ. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പുള്ള സമയമായതുകൊണ്ട് പട്ടാളക്കാര്, പ്രത്യേകിച്ച് ഇപ്പൊ പണിയൊന്നും ഇല്ലാത്ത പട്ടാളക്കാർ, അവർക്ക് വലിയ പണി വരാൻ പോകുന്നു. അതുകൊണ്ട് അവരൊരു സ്ഥലത്ത് മാറിയിരുന്ന് അവർ തീ കത്തിച്ച് തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതുവരെ ഇരുട്ടിന്റെ മറയിൽ നിന്ന പത്രോസ് കുറച്ചൊരു ധൈര്യമായിട്ട് ഈ തീയുടെ അടുത്ത് വന്ന് അവനും തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വേലക്കാരി വന്നിട്ട് പത്രോസ് ഇരിക്കുന്നിടത്ത് വന്ന് പത്രോസിനെ ചോദിച്ചു, നീ നസ്രായന്റെ കൂടെയുള്ളവനല്ലേ? അപ്പൊ പത്രോസ് വളരെ ശബ്ദം കുറച്ചാണ് മറുപടി പറയുന്നത്. കാരണം ഇവന്റെ മറുപടിയും ഇവളുടെ ചോദ്യം ചെയ്യലൊന്നും ആരുടെയും കണ്ണിപ്പെടാതിരിക്കാൻ വേണ്ടി.
ഇവളോട് വളരെ ശബ്ദം കുറിച്ച് പറഞ്ഞു, നീ അല്ലെന്ന്, എനിക്കവരെ പരിചയം പോലും ഇല്ല. ആ വേലക്കാരി അത് കേട്ടങ്ങ് പോയി. പക്ഷേ അവൾ ഇത് പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വേറൊരു വേലക്കാരി വന്നിട്ട് പത്രോസിനോട് ചോദിച്ചു, നീ തീർച്ചയായും നസ്രായന്റെ കൂടെ ഉള്ളതാ, ഞാൻ കണ്ടിട്ടുണ്ട് നിന്നെ അവന്റെ കൂടെ. അപ്പൊ ഈ രണ്ടാമത്തെ വേലക്കാരിയും വന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ പെണ്ണിനെ പേടിപ്പിക്കാൻ വേണ്ടി പത്രോസ് ഒച്ച കൂട്ടി, ഞാൻ പറഞ്ഞില്ലേ നസ്രായനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, അവനെ ഞാൻ അറിയുക പോലുമില്ല. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി. ഒച്ച കൂടി കഴിഞ്ഞപ്പോ ഇതുവരെ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിന്നിരുന്ന പട്ടാളക്കാർ ആണുങ്ങളെല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി പത്രോസിനെ. അവർക്ക് മനസ്സിലായി ഇവൻ നസ്രായനാണെന്ന്. കാരണം എന്താ? ആ പറയുന്ന രീതി, നിന്റെ സംസാര രീതി തന്നെ അത് തെളിയിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ അതിന്റെ അർത്ഥം? കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിനെ കുറിച്ച് വിശദമായിട്ട് പഠിച്ചിരുന്നു. ഈശോ വരുന്നത് ഗലീലയിൽ നിന്നാണ്. ഇവരെല്ലാവരും ഗലീലിക്കാരാ. ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരെയും ഗലീലിക്കാരാ. എല്ലാവരും അല്ല, ഒരാള് ഗലീലിക്കാരനല്ല. അതാരാന്നറിയാമോ? യൂദാസ്കറിയോത്ത. കാരണം ഇസ്കാറിയോത്ത് എന്ന് പറയുന്ന സ്ഥലം യൂദയായില്ല. ബാക്കി എല്ലാവരും ഗലീലിക്കാരാണ്. ഇവര് വന്ന സമയത്തോട്ട് നിന്റെ സംസാര രീതി തന്നെ അത് തെളിയിക്കുന്നു. ഗലീലി എന്ന് പറയുന്നത് ഇന്നലെ ഞങ്ങള് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കോഴിക്കോട് കണ്ണൂർ എന്നൊക്കെ പറയുന്ന പോലെയാണെന്ന്. യൂദയ എന്ന് പറയുന്നത് തിരുവനന്തപുരം പോലെയാണ്. അപ്പൊ ഈ കോഴിക്കോട് നിന്നുള്ള പത്രോസ് ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നപ്പോ തിരുവനന്തപുരക്കാരാണ് ഇപ്പൊ പത്രോസിന് ചുറ്റും കൂടി നിന്നിട്ട്, നീ ഗലീലിക്കാരനല്ലേ, നിന്റെ സംസാര രീതി കണ്ടാൽ അത് മനസ്സിലാകും എന്ന് പറയുന്നത്. ഇപ്പൊ പത്രോസ്, അയ്യോ നമ്മൾ ആ കാര്യക്കാരനേ അല്ല എന്ന് പറയുന്നത്. അതാണ് നിന്റെ സംസാരം കേട്ടാ അറിയാം നീ ഗലീലിക്കാരനാണ് എന്ന് പറയുന്നത്. ഇതാണ് അർത്ഥം. അപ്പൊ ഏതായാലും ഇപ്പോ പട്ടാളക്കാരെല്ലാവരും വന്ന് പത്രോസിന് ചുറ്റും കൂടി പത്രോസിനെ പിടിച്ചു. പത്രോസ് ഇവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ പോവുക. കാരണം ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണോ നസ്രായന് സംഭവിക്കാൻ പോകുന്നത് അത് തന്നെ അവന്റെ ശിഷ്യനും സംഭവിക്കുമെന്ന് അവനറിയാം. ജീവൻ ഭയം വന്ന പത്രോസ് അലറി വിളിച്ച് കരയുക. വിശുദ്ധ പറയുന്നു, അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി. എന്താ ഈ ശപിക്കാനും ആണയിടാനും തുടങ്ങി എന്ന് പറഞ്ഞാല്, ഇവനെ ഈ നസ്രായനെ ഞാൻ അറിയില്ല, അവൻ മുടിഞ്ഞു പോകട്ടെ എന്നാ പറഞ്ഞത്. ശപിക്കാനും ആണയിടാനും തുടങ്ങി എന്ന് പറയുന്നു. ഈശോയെ അറിയുകയില്ല എന്നല്ല അവൻ പറഞ്ഞത്, അവനെ അറിയുകയില്ല, അവൻ നശിച്ചു പോകട്ടെ എന്നാ പറഞ്ഞത്. ശപിക്കാനും ആണയിടാനും തുടങ്ങി. വലിയ ബഹളം. ഈ ബഹളത്തിനിടയിൽ ആൾക്കാർ കൂടുന്നു, പട്ടാളക്കാർ വന്നു, അവരെ പിടിച്ചിരിക്കുക. പത്രോസ് കുതറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു 3 ചുവട് പുറത്തേക്ക് വെച്ചാൽ ഇരുട്ടായി. അവിടെ നിന്ന് ഓടി അവന് ഗലീലയിലെത്താം. ഗലീലയിലെത്തിയ പത്രോസിനെ പിടിക്കാൻ പറ്റിയല്ല. ഗ്ലീലാ കടലവന് കരതരാമലകം പോലെ അവനെ അവിടെ ആർക്കും പിടിക്കാൻ പറ്റിയില്ലെന്ന് അറിയാം. അപ്പൊ ഈ ഒരു 3 ചുവട് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോയാൽ മതി. അതിനുവേണ്ടി അവൻ കുതറി തെറിക്കുകയാണ്. വലിയ ശബ്ദഘോഷം, വലിയ ബഹളം. ഇതിനിടയില് ആരും കേൾക്കാത്ത ഒരു ശബ്ദം പത്രോസ് മാത്രം. കോഴി കൂവുന്നതിന്റെ ശബ്ദം. മറ്റാരും അത് കേട്ടില്ല. അവരൊക്കെ ഈ മഹാബഹളത്തില് മുഴുകി നിൽക്കുകയും ഈ വലിയ ബഹളത്തിനിടയിൽ പത്രോസ് മാത്രം ആ കോഴി കൂവുന്ന ചെറിയ ശബ്ദം. നീലാകാശത്ത് വെള്ളിടി വെട്ടിയാലെന്നതുപോലെ പത്രോസ് അവിടെ അനങ്ങാതെ നിന്നു. ഇതുവരെ കുതിറിത്തെറിച്ചു പുറത്തെ ഇരുട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന പത്രോസ് ഉണ്ടല്ലോ, ഉപ്പുതൂടുപോലെ അനങ്ങാതെ അവിടെ നിന്നു. ഈ പത്രോസിലുണ്ടായിരിക്കുന്ന ഈ സമൂലമായ മാറ്റം കണ്ട ചുറ്റുപാടും നിന്ന ആ ജനം, അവനെ പിടിച്ചുകൊണ്ടിരുന്ന പട്ടാളക്കാരുണ്ടല്ലോ, അവര് വൈദ്യുതിയേൽ പിടിച്ചാലെന്നതുപോലെ അവരുടെ കൈകളെ മാറ്റി. കാരണം അത്രയധികമായിരുന്നു പത്രോസിന്റെ മാറ്റം. അവന്റെ അടുത്ത് നിന്ന് എല്ലാവരും മാറി. ഇനി 2 ചൂടവൻ പുറത്തേക്ക് വെച്ചാൽ അവന് പുറത്തെ ഇരുട്ടിലേക്ക് പോകാൻ രക്ഷപ്പെടാം. എന്നാൽ പുറത്തേക്ക് പോകാൻ, ഇരുട്ടിലേക്ക് പോകാതെ അവൻ കുറച്ചുകൂടെ ആ തീയുടെ അടുത്തേക്ക് കടന്നു നിന്നു. എന്തിനാണെന്നറിയാമോ അവൻ അങ്ങനെ കടന്നു നിന്നു? അവനറിയാമായിരുന്നു ഈ പീഡനങ്ങൾക്കൊക്കെ ശേഷം ഒരല്പം റെസ്റ്റ് കിട്ടുന്ന സമയത്ത് ഈശോ എന്നെ നോക്കും, എന്നിട്ട് അവൻ എന്നെ കുറ്റപ്പെടുത്തും, അവൻ എന്നെ ഒന്ന് ശപിക്കും. അവൻ എന്നെ ഒന്ന് കുറ്റപ്പെടുത്തിയിരുന്നെങ്കില്, അവൻ എന്നെ ഒന്ന് ശപിച്ചിരുന്നെങ്കില് എനിക്ക് സമാധാനമാകുമായിരുന്നു എന്ന് കരുതിക്കൊണ്ട് പത്രോസ് ആ തീയുടെ മുമ്പിൽ നിന്നു. എന്നാൽ ഈശോ ആ സമയത്ത് ഈ താഠനങ്ങൾക്കിടയിൽ, ഈ വേദനയ്ക്കിടയില്, ചങ്കുപൊട്ടുന്ന വേദനയ്ക്കിടയില് കണ്ണ് നീര് വെച്ചിരിക്കുന്ന ആ കണ്ണുകൾ കൊണ്ട് ഈശോ പത്രോസിനെ നോക്കി. കാരണം എന്റെ പത്രോസിന് ഇപ്പൊ എന്നെ ആവശ്യമുണ്ടെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അവൻ നോക്കി പത്രോസിനെ. ആ 2 കണ്ണുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിമിഷങ്ങൾ നോക്കി നിന്നു. ഈ ലോകത്തിലെ സകല ശാന്തിയും കരുണയും
ശാന്ത സമുദ്രത്തെക്കാൾ വലിയ ശാന്തി അവന്റെ കണ്ണിൽ നിറച്ചു വെച്ചുകൊണ്ട് അവൻ പത്രോസിനെ നോക്കി. മറ്റാർക്കും മനസ്സിലാകാത്ത സന്ദേശങ്ങൾ പത്രോസിന് മനസ്സിലായി. മറ്റാരും ശ്രദ്ധിക്കാത്തതാണ് ഈ സംഭവങ്ങൾ. ഫുൾട്ടൻ ജേഷീൻ ഈ മനോഹരമായ നിമിഷത്തെ കുറിച്ച് പറഞ്ഞു, ദ മോമെന്റ് ഇറ്റേണിറ്റി സ്റ്റുഡ് സ്റ്റിൽ. നിത്യത നിശബ്ദമായി നിന്നുപോയ നിമിഷങ്ങൾ, ലോകത്തിന്റെ ഘടികാരം നിന്നുപോയ നിമിഷങ്ങള്. കാരണം പത്രോസിനെ, തന്റെ ഏറ്റവും അടുത്ത ശിഷ്യനെ, തന്നെ ഏറ്റവും അധികം ഉപേക്ഷിച്ച ശിഷ്യനെ, തന്നെ ഏറ്റവും അടുത്ത നിമിഷം ശപിച്ച ശിഷ്യനെ ആശ്വസിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ഈശോ. ആ സമയത്ത് ലോകത്തിന്റെ ഘടികാരത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ആരും പത്രോസിനെ തടയുന്നില്ലല്ലോ. മറ്റാരെയും പത്രോസ് കാണുന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ അവിടെ ജനസമൂഹമുണ്ട്, പക്ഷെ പത്രോസ് ആരെയും കാണുന്നില്ല. കർത്താവ് അവനോട് പറയാൻ തീരുമാനിച്ചിരുന്ന കാര്യങ്ങളെല്ലാം കേട്ടു. പറയാതെ പറഞ്ഞ വാക്കുകൾ കൊണ്ട് അവൻ കേട്ടു. അനന്തരം ഉറച്ച കാലടികളോടെ പത്രോസ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആരും അവനെ തടഞ്ഞില്ല. അവന്റെ കണ്ണുകൾ കടലായിരുന്നു. കാരണം വിശുദ്ധ ഗ്രന്ഥഭാഗം പറയുന്നു ഇങ്ങനെ, ലൂക്കാ 22:62, അവൻ പുറത്തു പോയി നെഞ്ചു പൊട്ടി കരഞ്ഞു. അവൻ പുറത്തു പോയി ചങ്ക് പൊട്ടി കരഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കരച്ചില് സങ്കടത്തിന്റെ കരച്ചിലാണോ? ഇത് സങ്കടത്തിന്റെ കരച്ചിലല്ല കേട്ടോ. അത് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാകുന്നു. മനസ്സിലാകുന്നതാണ്. എത്ര പ്രബന്ധങ്ങൾ നിങ്ങൾ വായിച്ചാലും അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാതെ, അനുഭവിക്കാതെ. സങ്കടത്തിന്റെ കണ്ണീരേ അല്ലാതെ ആത്മാവ് ദൈവസ്പർശത്തിന്റെ സമാശ്വാസം സ്വീകരിക്കുന്ന മനോഹര നിമിഷങ്ങൾക്ക് മാത്രം നൽകാൻ കഴിയുന്ന, സമ്മാനമായി നൽകാൻ കഴിയുന്ന ആത്മാഭിഷേകത്തിന്റെ വലിയ സമ്മാനമാണത്. ആ കണ്ണുനീര്. ചങ്കുപൊട്ടി കരഞ്ഞു എന്ന് പറഞ്ഞ വേദനയുടെ ചങ്കുപൊട്ടലല്ല, അവന്റെ മനുഷ്യ ഹൃദയത്തിന് താങ്ങാനാവുന്നതിനേക്കാൾ അധികമായ ദൈവത്തിന്റെ കൃപയുടെ കുത്തൊഴുക്കിൽ അവനൊരു ഈയാമ്പാറ്റിയെ പോലെ അലഞ്ഞു നടക്കുന്നതിന്റെ, പറന്നു നടക്കുന്നതിന്റെ കരുണയുടെ കണ്ണുനീരായിരുന്നു അത്. ഇത് പത്രോസിന്റെ മാത്രമല്ല. നിയമം സാരമുണ്ട് എന്ന് പറയുന്നിടത്ത് സാരമില്ല മോളെ പോട്ടെ എന്ന് പറയുന്ന കരുണ, ആ കരുണയുടെ മുമ്പിൽ കരഞ്ഞ കണ്ണുനീരായത്. നിയമങ്ങളെല്ലാം വിധി പറയാൻ കാത്തു നിൽക്കുമ്പോ എന്റെ വിധി കരുണയുടെ വിധിയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോ, കുറ്റവാളി എന്ന് ലോകം മുഴുവൻ മുദ്ര കുത്തപ്പെട്ടവന്റെ കരുണാ സ്വീകാര്യത്തിന്റെ കണ്ണുനീരാണ്. യൂദാസ് ഈ സമയത്ത് എന്താ ചെയ്യുന്നതെന്നറിയാമോ? പത്രോസ് തിരിച്ചറിഞ്ഞതുപോലെ തന്നെ യൂദാസും തിരിച്ചറിഞ്ഞു ഈശോയെ ഒറ്റിക്കൊടുത്തത് തെറ്റിപ്പോയി എന്ന്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 3-5 ഈശോയെ കുറ്റം വിധിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഡീപ്ലി റിഗ്രറ്റഡ്, അവൻ ആഴമായി പശ്ചാത്തപിച്ചു എന്നാ പറഞ്ഞത്. ഫോർമുലയുടെ തൊട്ടടുത്ത വാക്കുകളും അവൻ പറഞ്ഞു, ഐ ഹാവ് സിൻഡ്, ഞാൻ പാപം ചെയ്തു. ഒരുപക്ഷെ നമ്മളെ ഒരു സന്നിഗ്ധാവസ്ഥയിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലല്ലേ ഇത്? അവൻ റിഗ്രറ്റ് ചെയ്തു, ഞാൻ പാപം ചെയ്തു എന്ന് പറയുകയും ചെയ്തു. സത്യത്തിൽ ഈ നിമിഷം വരെ യൂദാസും പത്രോസും അവരെ ഒരു ത്രാസിൽ വെച്ചാൽ ആ ത്രാസ് ഇങ്ങനെ നേരെ നിൽക്കും, ഒരു മാറ്റവുമില്ല അവർ തമ്മിൽ. പക്ഷേ ഉള്ള മാറ്റം എന്തായിരുന്നു എന്നറിയാമോ? ഞാൻ തെറ്റ് ചെയ്തു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോ പത്രോസ് സാവകാശമുണ്ടായിട്ടും ഇരുട്ടിലേക്ക് പോകുന്നതിന് പകരം ഈശോയുടെ കൺവെളിച്ചം വീഴുന്ന വെളിച്ചത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. യൂദാസ് ആകട്ടെ ദേവാലയത്തിലേക്ക് ഓടിപ്പോയി ദേവാലയത്തിൽ കയറുന്നതിന് പകരം ദേവാലയത്തിലേക്ക് ആ നാണയങ്ങൾ എറിഞ്ഞിട്ട് അവൻ ഇരുട്ടിലേക്ക് മാറിപ്പോവുകയാണ്. ഇതാണ് ഇവർ തമ്മിലുണ്ടായ മാറ്റം. കഴിഞ്ഞ ദിവസം നമ്മള് നൈറ്റ് വിജിലിന്റെ സമയത്ത് നിങ്ങൾ കൂടിയവർക്ക് അറിയാമല്ലോ, നമ്മളൊന്ന് ചിന്തിച്ചില്ലേ? ദേവാലയത്തിലെ തിരശീല നെടുകെ കീറിയ ദേവാലയത്തിന്റെ തിരശീല യൂദാസിന് അതിവിശുദ്ധ സ്ഥലം കാണാൻ വേണ്ടി കീറിയതാണോ എന്ന് നമ്മൾ അതിശയിച്ചിരുന്നു. ആ ദേവാലയത്തിന്റെ തിരശീല കീറുന്നതിന് സാക്ഷ്യം വഹിക്കാൻ നിൽക്കാതെ യൂദാസ് പോയി കെട്ടിഞ്ഞാന്ന് ചത്തു. ഈ സംഭവങ്ങളൊക്കെ നടന്ന യൂദയായിരുന്നു. ഇനി നമ്മൾ പത്രോസിനെ കാണുന്നത് ഗലീലയിലാണ്. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങള്
ശരിക്കും യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റ് സുവിശേഷകന്മാർ എന്തുകൊണ്ടോ ഈ കാര്യം രേഖപ്പെടുത്തിയില്ല. ചിലർ പറയുന്നത് അതിന് കാരണം പത്രോസിനോടുള്ള അവരുടെ വലിയ ബഹുമാനം കൊണ്ട്, ഏതെങ്കിലും വിധത്തിൽ ഈ കാര്യങ്ങൾ ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ പത്രോസിന് വിഷമം ഉണ്ടാകുമോ എന്ന് കരുതി ആയിരിക്കാം എന്ന് പറയുന്നു. അപ്പൊ പിന്നെ യോഹന്നാനോ? അതൊരു സൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ചില സൗഹൃദങ്ങളുണ്ടല്ലോ, അത്ര അണച്ചു പിടിക്കുന്ന സൗഹൃദങ്ങൾക്ക് മതിലുകൾ ഉണ്ടാവില്ല, വേലിക്കെട്ടുകൾ ഉണ്ടാവില്ല. അവർക്ക് എന്തും പറയാം, അവര് സതുദ്ദേശത്തോടെ പറയുള്ളൂ എന്ന് ആ സംഭവങ്ങളുടെ കഥാനായകൻ അറിയുകയും ചെയ്യാം. അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നു. അതെന്തായാലും ആകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15-17. ഈശോ ഉത്ഥാനത്തിന് ശേഷമാണ്. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. മറ്റുള്ളവരും പറഞ്ഞു, എന്നാൽ ഞങ്ങളും വരുന്നു. അവരെല്ലാവരും കൂടെ പോയി മീൻ പിടിച്ചു. മീൻ പിടിക്കാൻ ശ്രമിച്ചു, മീൻ കിട്ടിയില്ല. അപ്പൊ തീരത്ത് ഈശോ വരുന്നു. ഈശോ വന്ന് ഇന്ന സ്ഥലത്ത് വല വിരിക്കാൻ പറഞ്ഞു. അവർ വല വിരിച്ചു. നമുക്കറിയാലോ കഥ. 153 വലിയ മത്സ്യങ്ങളെ കിട്ടി. 153 മത്സ്യങ്ങളെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിനും പത്രോസ് യുറേക്ക എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? 153 മത്സ്യങ്ങളെ കണ്ട ഭ്രാന്ത് പിടിക്കുന്ന മുക്കുവനെ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? 153 മത്സ്യങ്ങളെ കിട്ടിക്കഴിയുമ്പോൾ മഹാത്ഭുതം മഹാത്ഭുതം എന്ന് പറയുന്ന ഒരു മുക്കുവനുണ്ടെങ്കിൽ അവൻ മുക്കുവനല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ 153 മത്സ്യങ്ങളെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പത്രോസ് അത്ഭുത പരതന്ത്രനായി പോയത്? അത് പത്രോസിന്റെ തൊഴിലിനെ കുറിച്ചുള്ള അവന്റെ അഭിമാനം. ഒരുപക്ഷെ നമുക്ക് അഹങ്കാരം എന്ന് തോന്നുമാറുള്ള ഒരു അഭിമാനം. അതായത് പത്രോസ് പറഞ്ഞത് എങ്ങനെയാ? ഞാനും യോഹന്നാനും അന്ത്രയോസും കൂടെ ഈ ഗ്ലീലാക്കടലിൽ വല വിരിച്ചാൽ ഗ്ലീലാക്കടലിൽ മത്സ്യമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വലയിൽ കുടുങ്ങിയിരിക്കും. വെറുതെ അല്ല അവനെ വലിയ മുക്കുവൻ എന്ന് വിളിക്കുന്നത്, തടിയുള്ളത് കൊണ്ടല്ല. അവൻ വലിയ മുക്കുവനായിരുന്നത് കൊണ്ടാണ്, മൂപ്പനായതുകൊണ്ടാണ്. വെളുക്കുവോളം ഈ കടലിന്റെ ഈ ഭാഗത്ത് ഞങ്ങൾ 3 പേരും കൂടെ വല വിരിച്ചതാ. ഞങ്ങള് വിരിച്ച വലയിൽ ഒരു മീൻ കുടുങ്ങിയിട്ടില്ലെങ്കിൽ അതിനൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഗ്ലീലാക്കടലിന്റെ ഈ ഭാഗത്ത് ഇന്ന് മത്സ്യമില്ല. ആ തൊഴിലിലുള്ള അവന്റെ ആ അഭിമാനത്തിൽ, അവന്റെ ആത്മവിശ്വാസത്തിന്റെ മേൽ കർത്താവ് അടിച്ച് ആണിയാണ് ഇവിടെ ആ തോണിയോട് അടുത്ത് വലയിട് എന്ന് പറഞ്ഞ്. അങ്ങനെ വലയിട്ടപ്പോ 153 മത്സ്യം കിട്ടിയത് കൊണ്ടാണ് പത്രോസ് അത് വിശ്വസിക്കാൻ മേലാതെയായി പോയത്. അങ്ങനെ ഒരു അത്ഭുതം കണ്ടതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത് അത് കർത്താവാണ് എന്ന്. അത് കർത്താവാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ പത്രോസിന് ഒരു ലക്കും ലകാരുമില്ല. പത്രോസ് എടുത്ത് ചാടി വെള്ളത്തിലേക്ക് അവൻ നീന്തി വരികയാ. ഇപ്പം തോണിയങ്ങ് വരും, പക്ഷെ അതുവരെ കാത്തിരിക്കാൻ പറ്റിയല്ല. അവന് കർത്താവിന്റെ അടുത്തെത്തണം. കർത്താവിന്റെ അടുത്തേക്ക് അവൻ നീന്തി പിടച്ചു വരിക. അത്രയ്ക്കൊരു പാവമായിരുന്നു കേട്ടോ അവൻ. നമ്മൾ പെട്ടെന്നൊക്കെ കരുതും പത്രോസ് ഒരു ദുഷ്ടനാണ്, ക്രൂരനാണ്. അങ്ങനെയല്ല. ഇത്രമേൽ കർത്താവിനെ സ്നേഹിച്ച് ആരുമില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ തോണി ഈ കരയിലെത്തിയാലേ, കാല് നനയാതെ കർത്താവിന്റെ അടുത്തെത്താൻ പറ്റിയാലേ. അതൊന്നും ആലോചിക്കുന്ന ടൈപ്പല്ല പത്രോസ്. അവൻ പാഞ്ഞവിടെ എത്തി. ശരിക്കും ഒത്തിരി സമയമെടുത്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഓരോ വാക്കുകൾക്കും വലിയ അർത്ഥമുള്ള സംഗതിയാണ്. നമ്മൾ വിശുദ്ധ നല്ല ശ്രദ്ധിച്ച് വായിച്ചു പോവുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് മനസ്സിലാകും. പത്രോസ് ഇങ്ങനെ നീന്തി പിടച്ച് കയറി വരുമ്പോ ഈശോ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈശോ അവിടെ തീ കൂട്ടി അതിൽ മത്സ്യം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീയുണ്ട്, തീയുടെ അടുത്ത് മത്സ്യം ചുട്ടുകൊണ്ടിരിക്കുന്നു. ഈ നീന്തി പടച്ച് കയറി വരുന്ന പത്രോസ് ഇതൊന്നും കാണുന്നില്ല. കാരണം പത്രോസിന്റെ കണ്ണിലാകെ ഒരു സംഗതിയേ ഉള്ളൂ, യേശു ക്രിസ്തു. വേറെ ഒന്നും അവൻ കാണുന്നില്ല. അവൻ കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് അവിടുന്ന് നീന്തി വരികയാണ്. എന്നാൽ തോണിയിൽ വരുന്നവര് തീ ശ്രദ്ധിച്ചു എന്ന് വിശ്വന്തം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തോണിയിൽ വന്നവര് തീ കൂട്ടിയിരിക്കുന്നതും കണ്ടു എന്ന് വിശ്വന്തം പറയുന്നുണ്ട്. അവര് ശ്രദ്ധിച്ചു, പത്രോസ് ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മുൻപ് ഇതുപോലെ തന്നെ ഒരു അഗ്നിയുടെ ഇരുപുറവുമായിട്ട് ഈശോയും പത്രോസും നിന്നത് അവൻ ഓർമ്മ വന്നേനെ. പക്ഷെ അവൻ ശ്രദ്ധിച്ചില്ല. ഒരുപക്ഷെ അവൻ ശ്രദ്ധിക്കാൻ ഈശോ അനുവദിച്ചില്ല. കർത്താവ് അവിടെ ആ തീരത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന അഗ്നി അവൻ ശ്രദ്ധിച്ചില്ല. ഈ കടപ്പുറത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന ഈ അഗ്നി കർത്താവ് കോരി പത്രോസിന്റെ ഹൃദയത്തിലേക്ക് ഇടാൻ പോവുകയാണെന്നും അവൻ മനസ്സിലാക്കിയില്ല. പത്രോസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവനൊരു വലിയൊരു പാവമായിരുന്നു. ഇവിടെ കർത്താവ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറയാം, പത്രോസിന് ഇന്നർ ഹീലിംഗ് കൊടുക്കാൻ പോവുകയാണ്. ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെ മെത്തനോയിയ എന്നാണ് വിളിക്കുന്നത്.
മെത്തനോയിയ എന്നാൽ തിരിച്ചു നടപ്പ്. തെറ്റിപ്പോയ വഴികളിൽ നിന്ന് തെറ്റ് തിരിച്ചറിയുമ്പോൾ അവിടെ നിന്ന് തിരിച്ച് വരുന്നതിനെയാണ് മെത്തനോയിയ എന്ന് പറയുന്നത്. ഈ മെത്തനോയിയ എന്നുള്ള വാക്ക് വളരെ അർത്ഥപൂർണമാണ്. എനിക്ക് ഈ ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇഷ്ടമേ അല്ല, എങ്കിലും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. മത്തായിയുടെ സുവിശേഷം 27:3, അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ചു. ഈ പശ്ചാത്തപിച്ചു എന്നുള്ളതിന്റെ ഗ്രീക്ക് വേർഡാണ് മെത്തമെലോമായി. പശ്ചാത്തപിച്ചു, മെത്തനോയിയ വരുന്ന മെത്തമെലോമായിൽ നിന്ന് തിരിച്ചു നടപ്പ്, തിരിച്ചറിവ്. പത്രോസിനും യൂദാസിനും ഉണ്ടാകുന്നു തിരിച്ചറിവ്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പാപബോധം മാത്രം പോരാ, ജീവിതത്തിന് വ്യതിയാനം ഉണ്ടാകണം. അത് മാത്രമല്ല, ആ വ്യതിയാനം ശരിയായ ദിശയിലുമാകണം. നിങ്ങളൊരു വഴിക്ക് പോവുകയാണ്, കുറെ ദൂരം പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വഴി തെറ്റിപ്പോയി എന്ന്. അപ്പൊ തിരിച്ചറിവ്, അയ്യോ വഴി തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ഒരു വഴിക്ക് തിരിഞ്ഞു നടന്നാല് നിങ്ങൾ ലക്ഷ്യത്തിലെത്തുകയില്ല. നിങ്ങൾ ഏത് വഴി തെറ്റിപ്പോയോ അത്രയും വഴി തിരിച്ചു നടന്നതിന് ശേഷം ശരിയായ വഴിക്ക് നടക്കണം, എന്നാലേ ലക്ഷ്യസ്ഥാനത്തെത്തുകയുള്ളൂ. ഇതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പത്രോസിന് ആന്തരിക സൗഖ്യം, ഇന്നർ ഹീലിംഗ് കൊടുക്കുക കർത്താവ്. ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ ഒരു സർജന്റെ ടേബിളാണ്. അവിടെ മുറിവുകളൊക്കെ വീണ്ടും ഈശോ തുറക്കും. ആ മുറിവുകളൊക്കെ എന്നിട്ട് അവൻ ഡ്രസ് ചെയ്യും, അവിടുത്തെ പരപ്പും ചലവും ഒക്കെ മാറ്റും, എന്നിട്ട് വീണ്ടും അത് തുന്നിക്കൂട്ടും. നല്ല വേദന എടുക്കുന്ന പ്രോസസ്സാണ്. ഇപ്പൊ കർത്താവ് തിരിച്ചു നടത്താൻ പോവുകയാണ്. ഓർമ്മയുണ്ടോ? പണ്ട് തീയുടെ രണ്ട് വശത്തുമായിട്ട് അവർ നിന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് തൊട്ട് മുമ്പ് നടന്ന ഒരു രംഗം, പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്നത്. എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞു പത്രോസ്? 3 പ്രാവശ്യം. ആ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിന്റെ ആ പ്രോസസ്സിൽ കൂടെ പോയ സമയത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ആദ്യത്തെ പ്രാവശ്യം അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞത് വളരെ ശബ്ദം കുറച്ചായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യമായപ്പോഴേക്കും കുറെ കൂടെ ഉച്ചത്തിലാണ് അവൻ തള്ളിപ്പറഞ്ഞത്. 3-ാമത്തെ പ്രാവശ്യമായപ്പോഴേക്കും അവൻ അട്ടഹസിച്ചുകൊണ്ടാണ് കർത്താവിനെ തള്ളിപ്പറഞ്ഞത്. ഇനി മെത്തനോയിയ ആണല്ലോ, ഇന്നർ ഹീലിംഗ് അല്ലേ, പോയ വഴിക്കൊക്കെ തിരിച്ചു നടക്കണമല്ലോ. തീയുടെ അടുത്ത് പത്രോസുണ്ട്, ഈശോയുണ്ട്. ഈശോ ആ സ്ഥലത്തിരിക്കുന്നു, ഇപ്പുറത്ത് പത്രോസ് ഇരിക്കുന്നു. ശ്ലീഹന്മാരൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിപ്പോ ഈ നടക്കുന്ന ഈശോയുടെ മുഖത്തെ ആ ഒരു കാൽക്കുലേറ്റഡ് ലുക്ക് അത് മറ്റ് ശ്ലീഹന്മാരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വളരെ ശാന്തമായിട്ട് ഈശോ ആരംഭിക്കുകയാണ്. ഈശോയുടെ ഈ പത്രോസിന് കൊടുക്കുന്ന ആ ഇന്നർ ഹീലിംഗ് പ്രോസസ്സിനും 3 തലങ്ങളുണ്ടായിരുന്നു. പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞതുപോലെ തന്നെ ഈശോ ചോദിക്കുന്നു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിന് ഒരു സംശയമില്ല. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നില്ല, പിന്നെ ആരാ നിന്നെ സ്നേഹിക്കുന്നത്? യേശു അവനോട് പറഞ്ഞു, നീ എൻ്റെ ആടുകളെ മേയിക്കുക. 2-ാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. നിങ്ങൾക്ക് ഈ രംഗം മനസ്സിൽ കാണാൻ പറ്റുമെങ്കിൽ, ഈ 2ാമത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞ ആ ശബ്ദത്തിലുണ്ടല്ലോ, ആദ്യം പറഞ്ഞ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ അട്ടഹാസത്തിന്റെ മുഴക്കമുണ്ടായിരുന്നില്ല. എന്തോ ഒരു പന്തികേടവന് മനസ്സിലാകുന്നുണ്ട്. അനാവശ്യമായി ഒന്നും പറയാത്ത മനുഷ്യപുത്രൻ എന്തുകൊണ്ടാണ് 2ാമതും എന്നോട് ചോദിച്ചത്? ഒരു സംശയം പത്രോസിനുണ്ടായി. അവന്റെ ഉള്ളില് എവിടേക്കോ വിങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ കാരണമെന്നൊന്നും അവന് മനസ്സിലാകുന്നില്ല. പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അവന് മനസ്സിലായി. കർത്താവാകട്ടെ പത്രോസിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് 3-ാം വാക്യം, അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ സമയമാകുമ്പോഴേക്കും ഇതുവരെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ചുറ്റും നിന്ന ശ്ലീഹന്മാർക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അവരെല്ലാം എന്താണ് ഈശോ ഇങ്ങനെ പെരുമാറുന്നത് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ അറിയുന്നു. ഈ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവേ, നീ എല്ലാം അറിയുന്നു.
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവെന്നല്ല. കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ അറിയുന്നു എന്നാ പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? എന്റെ കർത്താവേ, ഒരു ദാസി പെണ്ണിന്റെ മുമ്പിൽ നിന്നെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞവരാ ഞാന്, നിന്നെ ശപിക്കുകയും ആണയിടുകയും ചെയ്യുന്നവരാ ഞാൻ. ഒരു പെണ്ണ് എന്നോട് ചോദിച്ചപ്പോൾ, എന്നിട്ട് അവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിന്നെ അവിടെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചവരാ ഞാന്. ഇങ്ങനെയൊക്കെ ദുഷ്ടതയുണ്ടെങ്കിലും എന്റെ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ അറിയുന്നു. അതായിരുന്നു അതിന്റെ അർത്ഥം. കർത്താവിന് തൃപ്തിയായി. കർത്താവിനത് കേൾക്കേണ്ട ആവശ്യമുണ്ടായിരുന്നത് കൊണ്ടല്ല. കാരണം 3-ാമത്തെ പ്രാവശ്യം കർത്താവിനോടുള്ള സ്നേഹം പത്രോസ് ഏറ്റു പറഞ്ഞപ്പോഴുണ്ടല്ലോ, അത് പത്രോസിനും കർത്താവിനും മാത്രം കേൾക്കാവുന്ന ഒരു മൃദു മർമ്മരമായിരുന്നു. അലറി വിളിച്ച് കരഞ്ഞത് മുഴുവൻ അവനെ കൊണ്ട് തിരിച്ചു നടത്തിച്ചു കർത്താവ്. കർത്താവിനെ നിഷേധിച്ചപ്പം സ്ഥായി കുറച്ചു തുടങ്ങിയിട്ട് അട്ടഹസിച്ചവൻ നിർത്തിയെങ്കില് കർത്താവിനെ ഏറ്റുപറഞ്ഞപ്പോൾ അവൻ ഒച്ച കൂട്ടി തുടങ്ങിയിട്ട് അവസാനം അവനും കർത്താവിനും മാത്രം കേൾക്കാവുന്ന ഒരു മൃദുഭാഷണമായിട്ട് അത് അവസാനിച്ചു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൃദുഭാഷണം ഇങ്ങനെ നിങ്ങളുടെ ചിന്തയിലേക്ക് വരുന്നുണ്ടോ? എനിക്ക് തെറ്റിപ്പോയി കർത്താവേ എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ കുമ്പസാരക്കൂട്ടിൽ നടക്കുന്നത്. നമ്മുടെ അട്ടഹാസങ്ങളും ക്ഷോഭങ്ങളും ഷോകളും ഒക്കെ മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിലെത്തിയിട്ട്, എൻ്റെ ഈശോയെ, എനിക്ക് തെറ്റിപ്പോയി, ഇങ്ങനെയൊക്കെ ചെയ്തു ഞാൻ, പക്ഷെ എന്നാലും എൻ്റെ ഈശോയെ, എൻ്റെ ഉള്ളിൽ നിന്നോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ആ മൃദു മർമ്മരമുണ്ടല്ലോ, അതിനെയായിരുന്നു നമ്മൾ കുമ്പസാരക്കൂടുന്നത്. യഥാർത്ഥത്തിൽ പത്രോസ് മാനസാന്തരം ഉണ്ടാക്കുക മാത്രമായിരുന്നില്ല ഈശോയുടെ ലക്ഷ്യം. കാരണം പത്രോസിന് വേണ്ടി ഈശോ ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ പദ്ധതിയെ കുറിച്ച് പത്രോസിന് കൂടെയുള്ള ശിഷ്യന്മാർക്കും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ലെങ്കിലും ക്രിസ്തുവിന് കൃത്യമായ ധാരണയും ഭാവി അറിവും ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ പഠിപ്പിക്കുകയായിരുന്നു 1-ാമത്തെ മാർപ്പാപ്പയെ. കുമ്പസാരക്കൂട്ടിൽ അണയുന്ന ആത്മാവിന്റെ അങ്കലാപ്പും വേദനയും എന്ത് എന്ന് 1-ാമത്തെ മാർപ്പാപ്പയെ പഠിപ്പിക്കുകയായിരുന്നു കർത്താവ്. അത് മാത്രമല്ല, അർഹതപ്പെടാത്തിടത്താണ് ഇരിക്കുന്നത് എന്ന് കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന വൈദികരെ പഠിപ്പിക്കുകയായിരുന്നു. അർഹതയില്ല അവിടെ ഇരിക്കാൻ, അർഹതയൊന്നേ ഉള്ളൂ, തിരുരക്തം. അതുപോലെ കർത്താവിന്റെ കരുണയ്ക്ക് കണക്ക് വയ്ക്കാൻ അധികാരമില്ല എന്ന് ഓരോ പുരോഹിതന്മാരെയും വൈദികരെയും പഠിപ്പിക്കുകയായിരുന്നു. കർത്താവിന്റെ കരുണയ്ക്ക് അളവ് വയ്ക്കാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ലെന്ന് നമ്മളെയും പഠിപ്പിക്കുകയായിരുന്നു കർത്താവ്. വീണുപോകുന്നതിന് കണക്ക് വെക്കാൻ അവകാശമില്ല കേട്ടോ. ഇത്ര പ്രാവശ്യം വീണുപോയി എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. പാപത്തിന്റെ ഇരുട്ടിലേക്കും നഗ്നതയിലേക്കുമല്ല, കർത്താവിനെ തിരിച്ചറിയുന്ന വെളിച്ചത്തിലേക്കും തീ ചൂടിലേക്കുമാണ് നമ്മൾ കടന്നു വരേണ്ടത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. കാരണം പാപത്തിന് സുഖമൊന്നുമില്ല. ആത്മനിന്ദയും ഹൃദയം നുറുങ്ങുന്ന വേദനയും വെറുപ്പും ലജ്ജയുമേ ഉള്ളൂ പാപത്തിന്. അവിടെ യാതൊരു സുഖവുമില്ല. ഓരോ വൈദികനും അറിയണം, പിടയ്ക്കുന്ന ഹൃദയവും ഈ കുമ്പിട്ട ശിരസുമായിട്ട് തന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് 1-ാമത്തെ മാർപ്പാപ്പയാണെന്ന് ഓരോ വൈദികനും തിരിച്ചറിയണം. കർത്താവിന് നിർബന്ധമായിരുന്നു. അതുപോലെ നമ്മളും കുമ്പസാരിക്കാനായിട്ട് കുമ്പസാരക്കൂട്ടിൽ പോയി നിൽക്കുന്ന നമ്മളും അറിയണം, തന്റെ പാപങ്ങളുടെയും ബലഹീനതയുടെയും മേലൊരു വെള്ളക്കുപ്പായവും വലിച്ചിട്ടിരിക്കുന്ന ഒരു സാധുവായ മനുഷ്യന്റെ മുമ്പിലാണ് കുമ്പസാരിക്കാനായിട്ട് പോയി നിൽക്കുന്നത് എന്ന് നമ്മളും തിരിച്ചറിയണം. വലിയ പ്രബന്ധങ്ങളും സിദ്ധാന്തങ്ങളും പഠിപ്പിക്കുകയായിരുന്നു കർത്താവ്. കുമ്പസാരക്കൂട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ പള്ളിയുടെ മൂലയിലല്ലേ കുമ്പസാരക്കൂട്, അതിനു ചുറ്റും ചൂഴ്ന്നു നിൽക്കുന്നത് ഇരുട്ടല്ല കേട്ടോ. ഗലീലി കടൽപ്പുറത്ത് അന്നവൻ കത്തിച്ചു വെച്ച തീയാണ് ഓരോ കുമ്പസാരക്കൂടും. ആ തീയുടെ അപ്പുറവും ഇപ്പുറവും കർത്താവും പത്രോസും ഇരിക്കുന്നതാണ് ഇന്ന് ഓരോ കുമ്പസാരക്കൂട്ടിലും കാണുന്നത്. പതിഞ്ഞ സ്വരത്തിൽ പത്രോസ് പറഞ്ഞില്ലേ, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ അറിയുന്നുവെന്നും.
അത് നമുക്ക് പറയാനുള്ള അവകാശത്തിന് വേണ്ടി കർത്താവ് പത്രോസിനെ തിരിച്ചു നടത്തിയതാ. അല്ലാതെ കർത്താവിന് പത്രോസിനെ പീഡിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടോ കർത്താവിന്? ഇത് നമുക്ക് പറയാനുള്ള അവകാശത്തിന് വേണ്ടിയാ അവൻ ഗെത്സമേനിയിൽ രക്തം വിയർത്തത്, അവൻ അന്നാസിന്റെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടത്, അവൻ ചാട്ടുവാറടിയേറ്റത്, കുരിശും വഹിച്ചുകൊണ്ട് കൽമണ്ഡപത്തിൽ നിന്ന് കാൽവരിയിലേക്ക് പോയത്, കാൽവരിയില് അവിടെ കുരിശിൽ തൂങ്ങി ആകാശത്തിനും ഭൂമിക്കും വേണ്ടാത്തവനായിട്ട് തൂങ്ങിക്കിടന്നത്, അവന്റെ അമ്മയുടെ കൺമുമ്പില് അവസാനം പിടഞ്ഞു മരിച്ചത് എനിക്കും നിങ്ങൾക്കും കടന്നു ചെല്ലാൻ ഒരു കുമ്പസാരക്കൂടുണ്ടാകാൻ വേണ്ടിയായിരുന്നു. വേസ്റ്റ് ആക്കാൻ പാടില്ലാത്ത മഹാകൃപയാണ്. നമുക്ക് മുട്ടുകുത്താൻ ഒരു കുമ്പസാരക്കൂടുണ്ടാക്കാൻ വേണ്ടിയാ കർത്താവ് ഇതെല്ലാം അനുഭവിച്ചത്. ഗലീലി കടൽപ്പുറത്തെ കുമ്പസാരക്കൂട്ടിലാണ് കേട്ടോ പത്രോസിന്റെ ശബ്ദം അവസാനമായിട്ട് താഴ്ന്നത്. അതിനുശേഷം ആ ശബ്ദം എന്നും ഉയർന്നു നിന്നു. കൊടിയ പീഡനങ്ങൾ ഉണ്ടായപ്പോ, ക്രിസ്തുവിന് വേണ്ടി പീഡ അനുഭവിച്ചപ്പോ, അടി കൊണ്ടപ്പോഴ്, അപഹാസങ്ങൾ നേരിട്ടപ്പോഴ് ആ ശബ്ദം ഉയർന്നു നിന്നു. എന്തിന്? ഈ കർത്താവിനെ തള്ളിപ്പറഞ്ഞതിന്റെ വേദന തിക്കുമുട്ടലായിട്ട് തള്ളിക്കയറി അവന്റെ മനസ്സിലേക്ക് വന്നപ്പോഴും അവന്റെ ശബ്ദം താഴ്ന്നില്ല. അവൻ ആ ശബ്ദം ഉയർത്തി നിന്നു. 1 പത്രോസ് 4:7. പ്രിയപ്പെട്ടവരെ, അഗ്നിശോധനകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്നതുപോലെ പരിഭ്രമിക്കരുത്. ആ വാക്കുകളുടെ അർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. 2 വാക്കുകൾ ഇവിടെ നിങ്ങൾ പഠിക്കണം. അഗ്നിശോധനകൾ ഉണ്ടാകുമ്പോൾ. നമുക്ക് തോന്നും സിംബോളിക്കായിട്ടാ പറയുന്നതെന്ന്. സിംബോളിക്കായിട്ട് നമുക്കൊന്ന് മനസ്സിലാവൂ. പക്ഷേ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അഗ്നി പരീക്ഷണം എന്ന് പറയുന്നത് ഇതായിരുന്നു അവന്റെ അഗ്നി പരീക്ഷണം. ഒരു തീയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവന്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞ അഗ്നി പരീക്ഷണത്തെ കുറിച്ച് അത് അവന്റെ മനസ്സിൽ ഒരിക്കലും പോയില്ല. കുറ്റബോധമല്ലാതെ അവൻ ആത്മവിശ്വാസം കൊടുത്തതാ. അതുകൊണ്ട് അവൻ പറഞ്ഞു, അഗ്നി പരീക്ഷണം ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്നതുപോലെ നിങ്ങൾ എന്തിനു ഭയവിഹ്വലരാകുന്നു? അപ്രതീക്ഷിതമല്ലായിരുന്നല്ലോ, ഈശോ പറഞ്ഞതല്ലേ, എന്നിട്ടും വീട് പോയില്ലേ? അതാ പത്രോസ് പറഞ്ഞത്. ഈ ഉപദേശങ്ങളുടെ ഒക്കെ അവസാനം, ഈ ജ്ഞാനത്തിന്റെയൊക്കെ അവസാനം, ഈ ദൈവാവബോധത്തിന്റെയും ജീസസ് യൂത്തിന്റെ അവബോധത്തിന്റെയും ഒക്കെ അവസാനം പ്രലോഭനം ഉണ്ടാകുമ്പോൾ വീണുപോയാൽ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചു എന്നതുപോലെ നിങ്ങൾ ഭയപ്പെടരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ രക്തത്തിന്റെ വിലയുള്ള ഒരു കുമ്പസാരക്കൂട് പരിശുദ്ധ സഭ പള്ളികളിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരു കുമ്പസാരക്കൂടുള്ളിടത്തോളം, കുമ്പസാരക്കൂട്ടിലിരിക്കാൻ ഒരു വൈദികനുള്ളിടത്തോളം നിന്റെ പാപങ്ങൾക്ക് കണക്ക് വയ്ക്കാൻ നിനക്ക് അവകാശമില്ല. അതിന്മേൽ അവകാശം സ്ഥാപിക്കാൻ പിശാചിന് സാധിക്കുകയില്ല. ഇങ്ങനെയുള്ളവർക്കാണ് കർത്താവ് പാപിനിയായ മഗ്ദലേനയ്ക്ക്, ചുങ്കക്കാരനായ മത്തായിക്ക്, ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്ന പൗലോസിന്, തീവ്രവാദിയായ ശിമയോന്, ഇങ്ങനെയുള്ളവർക്കാ കർത്താവ്. എനിക്ക് നിങ്ങൾക്കും ഉള്ളതാ കർത്താവ്. നിഷേധിച്ചവർക്കും ഉപേക്ഷിച്ചവർക്കും തള്ളിപ്പറഞ്ഞവർക്കുമുള്ളതാ കർത്താവ്. സത്യത്തില് അവസാനമായിട്ട് ഒരു വാക്യം ഞാൻ പറയാം. ഈ വിശുദ്ധൻ എന്ന് പറയുന്ന ഒരു സംഗതിയില്ല കേട്ടോ. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും, കർത്താവെ എന്നെ ഒരു വിശുദ്ധനാക്കണമേ എന്ന്. അങ്ങനെ ഇരിക്കുള്ളൂ, വിശുദ്ധനില്ല. സത്യത്തിൽ വിശുദ്ധനില്ല. പാപി മാത്രമേ ഉള്ളൂ, വിശുദ്ധനില്ല. കർത്താവിലേക്ക് തിരിയുന്ന പാപിയും കർത്താവിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന പാപിയും ഇത് മാത്രമേ ഉള്ളൂ. കർത്താവിലേക്ക് തിരിയുന്ന പാപിയെ അവൻ തള്ളിക്കളഞ്ഞ ചരിത്രമുണ്ടായിട്ടില്ല, കളയുകയുമില്ല. കാരണം അവന്റെ മനസ്സതാണ് കരുണ. ഇതാണ് യഥാർത്ഥത്തിലുള്ള മാറ്റം. ഞാൻ കർത്താവിലേക്ക് തിരിഞ്ഞ പാപിയാണോ, കർത്താവിൽ നിന്നും തിരിഞ്ഞുപോയ പാപിയാണോ? ഇതിലേതാണ് ഞാൻ? പത്രോസാണോ യൂദാസാണോ എന്ന് ചോദിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.